മൂകാംബിക അമ്മ കരുതലിൻ്റെ നിറകുടമാണ്. മക്കൾ അവർ അഭ്യസിക്കുന്ന കല അത് ഏതായാലും അമ്മയുടെ സവിധത്തിലെ സരസ്വതി മണ്ഡപത്തിൽ അർപ്പിക്കാൻ സാധിക്കുക എന്നത് ഒരു വലിയ പുണ്യമായി അനുഗ്രഹമായി കരുതുന്നു. എൻ്റെ കഴിഞ്ഞ മൂകാംബിക യാത്രയിൽ ഞാൻ വളരെ വ്യത്യസ്തമായി അമ്മയുടെ സന്നിധിയിൽ കണ്ട കാഴ്ചയാണിത്. തങ്ങളുടെ പ്രിയ കലാരൂപങ്ങളായ കളരിയും കൂടിയാട്ടവും ഒരു ദമ്പതികൾ അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നത്, തൃശ്ശൂർ സ്വദേശികളായ സുജിത്തും പത്നി അമൃതയും ഇതെല്ലാം കണ്ടാനന്ദിക്കുന്ന അവരുടെ മകൾ ഭൂമിയും. സുജിത്തും അമൃതയും കേരള കലാമണ്ഡലത്തിൽ നിന്നും ഓട്ടൻതുള്ളലും കൂടിയാട്ടവും അഭ്യസിച്ചവരാണ്. ഇപ്പോൾ മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ സുജിത്ത് കർമ്മരംഗത്തും അമൃത തൻ്റെ PhDയുടെ ഭാഗമായി കലാമണ്ഡലത്തിൽ തുടർ പഠനത്തിനുമാണ്. കലയുടെ ദിവ്യകേദാരവും അക്ഷര ദേവതയുടെ അഭയസ്ഥാനവുമാണ് കൊല്ലൂരമ്മയായി അംബിക കുടിയിരിക്കുന്ന ഈ മൂകാംബിക. ഇവിടെ അമ്മയ്ക്ക് മുന്നിൽ മക്കൾ എപ്പോഴും തൃപ്തരാണ്. സർവ്വതിനും പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 4 പ്രധാനപ്പെട്ട അംബികമാരിൽ ഒന്നാണ് മൂകാംബിക ദേവി എന്നാണ് സങ്കല്പം. പരാശക്തിയുടെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ സമന്വയമാണ് അമ്മ മൂകാംബിക. മനുഷ്യരെ സത്പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ പ്രതീകമാണ് ഇവിടെ ദേവി നമുക്ക് 3 നേരങ്ങളിലായി ദർശനം നൽകുന്ന 3 പ്രധാന ഭാവങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജന്മദേശങ്ങളിൽ നിന്ന് കൊല്ലൂർ കാടുകൾ താണ്ടി നാം എല്ലാം എത്തിച്ചേരുന്നത് ഈ ആനന്ദത്തിൻ്റെ ഭൂമിയിലേക്കാണ്. സർവമക്കളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന കൊല്ലൂരമ്മയുടെ സൗധത്തിലേക്ക് എന്തോ ഒരാനന്ദമാണ് ഈ ഭൂമി എല്ലാവർക്കും നൽകുന്നത്.